ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമുക്കിന്ന് കുറച്ച് ഐക്കൺ പാക്സ് നോക്കാം. ഐക്കൺ പാക്സ് എന്ന് പറയുമ്പോൾ എല്ലാ ആൻഡ്രോയിഡ് ഫോൺസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള കുറച്ച് ഐക്കൺ പാക്സ്. ഇത് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനെന്നും കൂടെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഒന്നാമത്തെ ഐക്കൺ പാക്കാണ് ബേസിക്. ഇതെന്ന് പറയുന്നത് മിനിമൽ ആയിട്ടുള്ള ഐക്കൺ പാക്സ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്താൽ മതി. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മിനിമൽ ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് കാണാൻ കൊള്ളാം എന്നുള്ള രീതിയിൽ തോന്നുന്നതായിരിക്കും. രണ്ടാമത്തത് ലെക്സ്. ഇതെന്ന് പറയുന്നത് ഈ iOS ബ്ലാക്ക് തീംഡ് ആയിട്ടുള്ള ഒരു ഐക്കൺ പാക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നോ, അതിനെ ഇൻസ്പയർഡ് ആക്കിയിട്ട് ഒരു ബ്രാൻഡ് ഇതേപോലെ ഐക്കൺ പാക്സ് ക്രിയേറ്റ് ചെയ്തതാണ്. ഇതെന്ന് പറയുന്നത് ലൈക്ക് ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഐക്കൺ പാക്സ് ആണ്. ഇത് അത്യാവശ്യം കാണുന്ന സമയത്തായിരുന്നാലും നമുക്ക് ലൈക്ക് നോർമലി സ്റ്റോക്ക് ഐക്കൺ പാക്സ് യൂസ് ചെയ്ത് മടുത്ത ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടെ ലൈക്ക് ഒരു ഡാർക്ക് തീംഡിൽ ഇഷ്ടപ്പെടുന്ന സാധനമായിരിക്കും. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ജുഗോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ GTA അതേപോലത്തെ ഗെയിംസിലുള്ള ഒരു കളേർഡ് ആയിട്ടുള്ള ഒരു തീം ഉണ്ടല്ലോ, ആ ഒരു തീം ലൈക്ക് എങ്ങനെയാണോ ഒരു ഐക്കൺസിൽ കിട്ടുന്നത് അതേപോലത്തെ ഒരു ഐക്കൺ പാക്കാണ് ഇത്. ഇതെന്ന് പറയുന്നത് ലൈക്ക് ഫണ്ണാണ്. ഇത് കുറച്ചും കൂടെ ലൈക്ക് വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹോം സ്ക്രീൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ കുറച്ച് ഓപ്ഷൻസ് വരും. ഇതിൽ ഈ ഐക്കൺസ് എന്ന് പറഞ്ഞ ഈ സംഭവം ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കുറെ ഓപ്ഷൻസ് ഉണ്ട്, മനസ്സിലായ? ഇതില് ലൈക്ക് നമുക്ക് ആവശ്യമുള്ള ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് ഏതാണ് അത് ലൈക്ക് ടാപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് അപ്ലൈ കൊടുത്താൽ മതി, ഇത് വരുന്നതായിരിക്കും. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ലൈക്ക് സ്ലൈഡ് ചെയ്ത് ഐക്കൺ സൈസ് മാറ്റി അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ സിംപ്ലി മിനിമൽ വൈറ്റ് ഐക്കൺ പാക്ക്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് ആയിട്ടുള്ള ഐക്കൺ പാക്സ് ഉണ്ടല്ലോ, അതിന് ഒരു വൈറ്റ് തീം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, മനസ്സിലായോ? അതേപോലത്തെ ഒരു സംഭവമാണ്. ഇതിൽ നമ്മൾ റെഡ്, വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ വാൾപേപ്പേഴ്സ് ഇട്ടിട്ട് അതിൽ ഈ ഒരു ഐക്കൺസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് കൊള്ളാം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ രസമായിരിക്കും, മനസ്സിലായ? ഇത് അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നൈസ് ആയിരിക്കും. ഓക്കെ, അടുത്ത നമ്മുടെ അഞ്ചാമത്തെ ഐക്കൺ പാക്കിന്റെ പേരാണ് BJN. അങ്ങനെ എന്തൊരു സംഭവം ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം, അത് വായിക്കാൻ പറ്റില്ല. ഓക്കെ, ഇതെന്ന് പറയുന്നത് പഴയ iOSഉം ആൻഡ്രോയിഡും ഇത് ലൈക്ക് ആ ഒരു തീം ഉണ്ടല്ലോ, ആ ഒരു പഴയ ഒരു ഐക്കൺസ് അതിനെ മിക്സ് ചെയ്തിട്ട് ഒരു വിന്റേജ് രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐക്കൺ പാക്കാണ് ഇത്. നമ്മൾ ഈ പഴയ ആൾക്കാർക്ക് ആ ഒരു എന്താ പറയുക ഐക്കൺ പാക്സ് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ ഈ ഐക്കൺ പാക്ക് യൂസ് ചെയ്താൽ മതി. ഇത് നൈസാണ്, മനസ്സിലായ? ഇത് ലൈക്ക് സെലക്ട് ചെയ്തിട്ട് സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു പഴയ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഈ ഐക്കൺ പാക്സിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ലൈക്ക് അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കുകയാണെങ്കിൽ ആർട്ട് ഐക്കൺസ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ ഐക്കൺസ് ഉണ്ടല്ലോ, ഐക്കൺസിൽ നമുക്ക് വൈറ്റ് ബോർഡർ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, മനസ്സിലായ? അതേപോലത്തെ ഒരു തീമിൽ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു ഐക്കൺ പാക്കാണ് ഇത്. ലൈക്ക് ഇതും കൈൻഡ് ഓഫ് മിനിമൽ ആണ്, മനസ്സിലായ? ഇപ്പൊ ഇതേപോലത്തെ ലൈക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബേസിക്കും അതേപോലത്തെ തന്നെ ഇതേപോലത്തെ തീംസ് ഇഷ്ടപ്പെടുന്നതാണ് മിനിമൽസ്, മനസ്സിലായ? ആ ഒരു തീമിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ലൈക്ക് കൊള്ളാം, നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഫോൺ വേറൊരാളെടുത്ത് നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ചോദിക്കും അവര് ഇത് ഏത് കൊള്ളാലോ എന്നുള്ള രീതിയിൽ. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ സെയിം ആയിട്ടുള്ള ഒരു ബ്ലാക്ക് തീംഡ് ആയിട്ടുള്ള ഒരു ഐക്കണാണ്. ഇതും സെയിം പേര് തന്നെയാണ്. ഇതെന്ന് പറയുന്നത് ലൈക്ക് നിങ്ങൾക്ക് ആ ഒരു വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇഷ്ടമില്ല, ലൈക്ക് കുറച്ചും കൂടെ ബ്ലാക്ക് ആയിട്ടുള്ള ഇതാണെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള ലൈനിൽ തന്നെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, മനസ്സിലായി? ആ ഒരു രീതിയിലായിരിക്കും ഇത് വരും. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഓക്കെ, ഇത് നമുക്ക് കൂടുതൽ ഈ മിനിമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, മനസ്സിലായ? ഒരു ആർട്ടിസ്റ്റിക് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത കുറച്ച് സബ്ജക്ട്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ.